ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ് മിനീസ് ലിറ്റിൽ വേൾഡ്. നമ്മൾ ഇന്നത്തെ വിശേഷം നമ്മുടെ പച്ചക്കറിത്തോട്ടമാണ്. കരിയാപ്പ് പുറത്ത് വെച്ചിട്ട് ചിലയ്ക്ക് ചെറിയ വാട്ടമുണ്ട്, 2-3 ഇലയ്ക്കൊക്കെ നല്ലൊരു ചെറിയൊരു വാട്ടമുണ്ട്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ജീരകം പൂത്തു പൂക്കളുണ്ട്. ഇവിടെ വെള്ളമില്ലാതെ കളിക്കുന്ന രണ്ട് സാധനങ്ങളേ ഉള്ളൂ. ഒന്ന് ജീരകവും ഒന്ന് നമ്മുടെ കുക്കുംബറും. വാട്ടറിൻ്റെ ആവശ്യമേ ഇല്ല, താനെ കളിച്ചുള്ളത്. പൂക്കളൊക്കെ വീണു, കായൊക്കെ വരാൻ തുടങ്ങി. മുളക് വീണു കേട്ടോ. തക്കാളിക്കായ്ക്ക് ചെറിയ തക്കാളിക്ക വീണിട്ടുണ്ട്. വലിയ തക്കാളിക്കായും വീണിട്ടുണ്ട്. നോക്കി എന്താ, കൂടുതലും ചെറി ടൊമാറ്റോസാണുള്ളത്. പാവൽ മുകളിൽ കയറി. ഈ പ്രാവശ്യം വളരെ താമസിച്ചായതുകൊണ്ട് എല്ലാം വളരെ ലേറ്റായിട്ടാണ് കയറുന്നത് കേട്ടോ. ഇവിടെ ചീര എല്ലാം പൂത്തു. പക്ഷേ ഹസ്ബൻഡിൻ്റെ ഫേവററ്റ് സംഭവമാണ് ചീര, അതുകൊണ്ട് അത് പുള്ളിയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതിനിടയ്ക്ക് നല്ല 2 പൂക്കളുള്ള ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പരാഗണം നടക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയില്ലേ? ഈ പ്രാവശ്യം നട്ട് വരുമ്പം ഇതിൻ്റെ അരി കണ്ടോ, അത് ഇങ്ങനെ ഇരിക്കണേ. ഒരു പ്രാവശ്യം നമ്മൾ ഇട്ടാൽ മതി, അവിടെ തന്നെ കിളിച്ച് അവിടെ തന്നെ അരി വീണ് എല്ലാ വർഷവും കിളിച്ച് വരുന്നൊരു ചെടിയാണ്. നമ്മുടെ നാട്ടിലെ കൃഷ്ണകിരീടത്തിൻ്റെ മാതിരിയുള്ളൊരു ചെടിയാണ്. ഡബിൾ കളേഴ്സാണ് കേട്ടോ, എല്ലാം ഡബിൾ കളേഴ്സാണ്. സൂര്യകാന്തി മുട്ടിടാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്, വലിയ സൂര്യകാന്തി ഇത്. അതുപോലെ നമ്മുടെ ഗ്രേപ്സ് റൈപ്സ് ആകാനായിട്ട് വരുന്നുണ്ട്. റൈപ്പായില്ല, പക്ഷേ അതിവിടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ്. കുക്കുംബറിന് കാ വീണു കേട്ടോ. ഉണ്ടോ, കുക്കുംബറിന് കാ വീണത് കണ്ട. ഇപ്പോൾ കുക്കുംബർ കാ വീണു. അത് നമ്മൾ ഈ ഗ്രേപ്പിൻ്റെ വയനോട് നേരത്തെ അങ്ങോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുമുണ്ടായിരുന്നുള്ളൂ. അതവിടെ ഒരു കിളി അവിടെ കൂട് വെക്കുന്നുണ്ട്. ഇത് നമ്മൾ ഫിഷ് നെറ്റാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് വലിയ കണ്ണിയുള്ള ഫിഷ് നെറ്റ് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ പന്തലിട്ടിരിക്കുന്നത്. 2 ആഴ്ചയുടെ കഴിയുമ്പോഴത്തേക്ക് പാവൽ പൂക്കും. ഈ ചെടി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇത് കൊതുക് വരാതിരിക്കാനുള്ള ചെടിയാണ്. മസ്കിറ്റോ തുരത്തി ഓടിക്കുന്ന ചെടിയാണ്. 16 രൂപയാണ് ഒരു ചെടിയുടെ വില. ഇതിൻ്റെ നെയിം ഇതാണ് കേട്ടോ, മസ്കിറ്റോ പ്ലാന്റ്. $16 ഒരു ചെടി വെച്ചിട്ടുണ്ട്, കൊതുക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആ ചെടി കാണുന്നത് കേട്ടോ. $16 ഒരു പ്ലാന്റിൻ്റെ വില. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സൂര്യകാന്തി 1-2 വലിയ സൂര്യകാന്തി ഈ സൈഡിലുണ്ട്. പാവൽ പൂത്തില്ല, പൂക്കാനുള്ള മുട്ടുകളൊക്കെ വരുന്നുണ്ട്. അവിടെ ഇവിടെയുമായിട്ട് 1-2 പയറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വെള്ളം ഒഴിക്കാതെ ഹെൽത്തി ആയിട്ട് വരുന്ന 2 പ്ലാന്റേ ഉള്ളൂ. ഒന്ന് കുക്കുംബറും പിന്നെ ഒന്ന് ജീരകവും. കരിയാപ്പിൻ്റെ മൂട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് മാറ്റി വെക്കണം. ഈ പ്രാവശ്യം അതിൻ്റെ ചുവട്ടിൽ തൈകളൊക്കെ ഒന്ന് മാറ്റി വെക്കണമെന്നുണ്ട്. ഈ സൈഡിൽ നമുക്ക് കുറച്ച് സ്ട്രോബെറി ഉണ്ട് കേട്ടോ. ഒരു സെക്ഷൻ സ്ട്രോബെറി നമ്മൾ പറിച്ചു കഴിഞ്ഞു. 6 ചട്ടിയിൽ സ്ട്രോബെറി വെച്ചിട്ടുണ്ട്. 2ാമത്തെ സെറ്റ് കാ വരുന്നുണ്ട്. തറ വെച്ചാലത്തെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയ മുഴുവനും സ്ട്രോബെറി, അതുകൊണ്ടാണ് ചട്ടി വെച്ചിരിക്കുന്നത്. ചട്ടി വെച്ച് കഴിയുമ്പോൾ അത് അതിനകത്ത് തന്നെ നിന്നുള്ളൂ, അല്ലെങ്കിൽ ഈ ഓൾ വേൾഡ് ഇതായിരിക്കും. ഈ ചെടി എല്ലാ വർഷവും ചട്ടിക്കകത്ത് തന്നെ ഇരുന്ന് കിളിച്ച് വരുന്ന കേട്ടോ. പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്, കുഞ്ഞു പൂക്കളാണ്. പക്ഷെ ഇവിടെയും നമുക്ക് മഞ്ഞയും വെള്ളയും കൂടെ കളർന്ന റോസയുണ്ട്. ഇവിടെ ഒരു മൂടി ജീരകമുണ്ട്. പിന്നെ നമുക്ക് റോസ് നമ്മൾ വെട്ടി നിർത്തിയായിരുന്നു. ഇപ്രാവശ്യത്തെ പൂക്കൾ കഴിഞ്ഞപ്പോഴത്തേക്ക് വെട്ടി നിർത്തിയപ്പം അടുത്ത സെറ്റ് ഫ്ലവേഴ്സ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ വെട്ടി നിർത്തിയപ്പോൾ കണ്ട പൂക്കൾ വരുന്നുണ്ട്. ഇതാണ് എൻ്റെ
വെർജിൻ മേരി. എൻ്റെ എല്ലാ സങ്കടങ്ങളും ഞാൻ ഇവിടെയാണ് പറയണത്. ഈ സൈഡിലും ചെറിയ 2-3 സൂര്യകാന്തി ഉണ്ട്. കുഞ്ഞു കുഞ്ഞു സൂര്യകാന്തിയാണത്. ഫ്ലൈറ്റ് പോകുന്നുണ്ട് ഇവിടെ. എയർപോർട്ട് ഇവിടെ അടുത്താണ്. JFK എയർപോർട്ട് അടുത്തായതുകൊണ്ട് ഫ്ലൈറ്റ് ഇത്ര താണാണ് കഴിയുമ്പോൾ. നമ്മുടെ നെയ്ബർഹുഡ് ഇങ്ങനെയാണ് കേട്ടോ. നാട്ടിലെ പോലെ വേലിയൊന്നുമില്ല, എല്ലാം ഓപ്പൺ ഏരിയ ആണ്. ആ മൂലയ്ക്ക് കിടന്ന വീടിന് ഫെൻസ് ഉണ്ട്. നമ്മുടെയൊക്കെ പ്രോപ്പർട്ടി ഓപ്പണാണ്. മെയിൻ സ്ട്രീറ്റ് അങ്ങ് താഴെയാണ്. ഇത് നമ്മുടെ ലോക്കൽ സ്ട്രീറ്റാണ് കേട്ടോ. ഈ മരത്തിന് എത്ര വർഷം പഴക്കമുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതിലൂടെ നോക്കിയാൽ എൻ്റെ പച്ചക്കറി തോട്ടം കാണാൻ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നമുക്കടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.